അത്യുന്നതനായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവപിതാവിന് നമുക്കെല്ലാം മഹത്വവും നൽകാം. അവിടുത്തെ സ്നേഹം അനുഭവിക്കാനും, അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാനും, അവിടുത്തെ വചനം ശ്രവിക്കാനും, നമ്മെ തന്നെ പരിശോധിക്കാനും, നമ്മെ തിരുത്തുവാനും, അങ്ങനെ ദൈവം ഒരുക്കിയിരിക്കുന്നതൊക്കെ സ്വന്തമാക്കാനും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തെയും നന്ദിയോടെ സ്വീകരിച്ച് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് എല്ലാ മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഒരു ക്രിസ്മസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും മുൻപേ തന്നെ സ്നേഹം നിറഞ്ഞ അത്യധികം ആനന്ദത്തോടെയുള്ള ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു. എല്ലാ ദൈവമക്കളിലും യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ ആനന്ദവും അനുഗ്രഹവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു വചനം നമുക്ക് കാണാം. 1 പത്രോസ് 1:8. അവനെ, യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. അവനെ ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തീയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരൊക്കെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവൻ്റെ ജനനത്തിരുന്നാൾ വലിയ ആനന്ദത്തോടെ കൊണ്ടാടുന്നത്. നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുന്നു, ലൈറ്റ് കൊണ്ട് അലങ്കാരങ്ങൾ നടത്തുന്നു, തിരുനാൾ ആഘോഷങ്ങൾ നടത്തുന്നു, പാതിരാത്രിയിൽ നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്നു, സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്ന് നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കി ആനന്ദിക്കുന്നു, നമ്മൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ആനന്ദിക്കുന്നു, വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ സന്തോഷിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ നാം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെയും അവൻ്റെ ജനനത്തോട് നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെയുമൊക്കെ ആഘോഷമായിരിക്കണം. ഈ വിശ്വാസങ്ങളില്ലാതെ, ഈ പ്രത്യാശകളില്ലാതെ ഈ ആഘോഷങ്ങൾ നടത്തുന്നത് വെറും പൊള്ളയായ ഒരു പ്രവൃത്തി മാത്രമായിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നാം അത്യധികം ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ട ഒരു ദൈവവചന ഭാഗമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യരക്ഷാർത്ഥം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതിൻ്റെ അനുസ്മരണവും ആഘോഷവുമല്ലേ ക്രിസ്മസ് ദിനത്തിൽ നാം കൊണ്ടാടുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ, ദൈവപുത്രൻ, ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവപുത്രൻ യേശു ക്രിസ്തു ദൈവത്തിൽ ജനിച്ചവനാണ്, ദൈവപുത്രനാണ്, ദൈവം തന്നെയായവനാണ്, ദൈവത്തിൻ്റെ സത്തയുടെ പ്രതിരൂപമാണ്. എങ്കിലും അവൻ ദൈവപിതാവുമായുള്ള തൻ്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ ദൈവമായിരുന്നുവെങ്കിലും, ദൈവമാണ് എങ്കിലും അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെടത്തക്ക വിധം തന്നെ തന്നെ പൂർണ്ണമായും ശൂന്യനാക്കി. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി, തൻ്റെ പിതാവിനോട് അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ തന്നെ താഴ്ത്തി നമ്മുടെ മധ്യത്തിലേക്ക് ദൈവപുത്രൻ ഒരു മനുഷ്യരൂപത്തിൽ വന്നതിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ. അവിടെ നാം കാണുന്നത് ദൈവപുത്രൻ്റെ സ്നേഹമാണ്.
എന്നാൽ അതിലുപരി ദൈവപിതാവിൻ്റെ സ്നേഹം നാം കാണും. നമ്മൾ 1 യോഹന്നാൻ 4-ാം 10-ാം വചനം വായിക്കുമ്പോൾ കാണും, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ ക്രിസ്മസ് ദൈവപിതാവിൻ്റെ അവിടുത്തെ മക്കളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ നന്ദിപൂർവകമായുള്ള കൃതജ്ഞതാ പ്രകാശനത്തോടെയുള്ള ആഘോഷമാണ്. ദൈവപുത്രൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ശൂന്യനാക്കി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെടുവാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൽ അവൻ്റെ സ്നേഹത്തിനോടുള്ള നന്ദിയോടെയുള്ള അനുസ്മരണമാണ്, ആഘോഷമാണ്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്വർഗം മുഴുവൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും എല്ലാം സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കേണ്ട, അത് നമ്മിലേക്ക് നിറയേണ്ട ആഘോഷമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിരുനാൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്നാൽ 1-ാം വരവിൽ ദൈവപുത്രൻ രക്ഷകനായിട്ട് വന്ന് നമ്മൾ കണ്ടു. എന്നാൽ അവൻ നമുക്ക് നൽകേണ്ട രക്ഷ പൂർത്തിയായോ? ഇത് പൂർത്തിയായോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുൻപ് പലതവണ കാണുകയുണ്ടായി, ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നറിയണം. അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നത് നാം വായിക്കുകയും ഗ്രഹിക്കുകയും എഴുതിയിരിക്കുന്നത് പോലെ വിശ്വസിക്കുകയും ചെയ്യണം. ബൗദ്ധികമായ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തെ വിശകലനം ചെയ്ത് തള്ളിക്കളയുന്നവർക്ക്, അല്ലെങ്കിൽ ലൗകിക തത്വശാസ്ത്രങ്ങളാൽ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർക്ക് ദൈവവചനം എഴുതിയ പോലെ വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് രക്ഷ പൂർത്തിയായില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവിടെ രക്ഷ വേറെ എന്തൊക്കെയാണ്. ദൈവം ബൈബിളിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല, ദൈവം വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നതല്ല. ഇനി ഏതവസ്ഥയിലാണ് മനുഷ്യനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോഴാണ് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു വന്നു എങ്കിലും നമുക്ക് ലഭിക്കേണ്ട രക്ഷ പൂർണ്ണമായും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുക. കൊളോസ്സോസ് 1:22 അവിടുത്തെ മുൻപിൽ, പിതാവിൻ്റെ മുൻപിൽ നമ്മെ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി അമർത്യവും അനശ്വരവുമായ ശരീരത്തോടുകൂടെ നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തു ഒരു ഗണത്തെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി അമർത്യരും അനശ്വരവുമായി ദൈവീക ശരീരമുള്ളവരായി ദൈവപിതാവിന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് അവനെ ഏൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി പൂർത്തിയാവുള്ളൂ. അതവൻ പൂർത്തിയാക്കും. എന്നാൽ 1-ാം വരവിൽ അവനത് പൂർത്തിയാക്കിയില്ല. 1 കൊരിന്ത്യർ 15:24 അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം, അവൻ്റെ രാജ്യം, ദൈവരാജ്യം. അപ്പോൾ ഒരു ഗണത്തെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി ദൈവത്തിൻ്റെ പുരോഹിതനും അവിടുത്തെ രാജ്യവുമായി അവൻ രൂപപ്പെടുത്തി ആ ഗണത്തെ പിതാവിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാവും. അപ്പോൾ ഇത് പൂർത്തിയാകാതെ ദൈവം അവിടുത്തെ പുത്രനെ ഏൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. ഇത് പൂർത്തിയാകാതെ ദൈവപുത്രൻ യേശു ക്രിസ്തു തൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അപ്പോൾ 2000 വർഷവും ദൈവപുത്രൻ വന്നു, രക്ഷയൊക്കെ പൂർത്തിയായി എന്ന് കരുതിയാണ് അനേകരിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവവചനം ശ്രദ്ധയോടെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഉൽപ്പത്തി മുതലുള്ള ദൈവവചനം പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനേകം പ്രവചനങ്ങൾ മോശ മുതൽ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവചനങ്ങളെല്ലാം എടുത്ത് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തുവിൽ പൂർത്തിയായ കാര്യങ്ങൾ സുവിശേഷങ്ങളിലും വായിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള, ദൈവം മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ 15% മാത്രമേ അവൻ്റെ 1-ാം വരവിൽ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി 85% കർത്താവിൻ്റെ 2-ാം വരവിൽ പൂർത്തിയാകാനുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന്
വ്യാഖ്യാന ശാസ്ത്രങ്ങളുടെയോ പാരമ്പര്യ പഠനങ്ങളുടെയോ കണ്ണാടിയിലൂടെ അല്ലാതെ നേരെ ദൈവവചനം വായിക്കുന്ന ഏത് ദൈവത്തിൻ്റെ ഒരു കുഞ്ഞിനും മനസ്സിലാവും. ദൈവവചനം ശ്രദ്ധയോടെ വായിച്ചാൽ മതി. അത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പൂർത്തിയായോ എന്ന് നോക്കിയാൽ മതി. അത് ആരെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് ഗ്രഹിച്ചാൽ മതി. ഇതൊക്കെ ഗ്രഹിക്കാൻ കഴിയണം. അതിന് മനസ്സ് വേണം, പരിശോധിക്കാൻ മനസ്സ് വേണം. അപ്പോൾ ഇത് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവപുത്രനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അനേകം പൂർത്തിയാകാനുണ്ട്. ലൂക്ക 24:44 യേശു അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിലെല്ലാം പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമഗ്രന്ഥങ്ങളിലെല്ലാം, മോശയുടെ നിയമഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തന പുസ്തകത്തിൽ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. കാരണം ദൈവം നുണ പറയില്ല. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും യഥാകാലം പൂർത്തിയാകേണ്ടവയാണ്. ദൈവം നുണ പറയില്ല. അപ്പോൾ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എംപറർ ഇമ്മാനുവേൽ വിശ്വാസികൾ ഇത് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ അനേകർ ഇതിനെ ഏതെങ്കിലും ഒരു ഇസത്തിൽ കെട്ടിയിടാൻ നോക്കാറുണ്ട്. ലോകത്തിൽ അനേകം തത്വശാസ്ത്ര ദൈവശാസ്ത്ര ചിന്താധാര ഉണ്ടായിട്ടുണ്ട്, ഓരോരോ ഇസങ്ങൾ. അങ്ങനെ ഓരോരോ ആളുകളുടെ ഓരോരോ പ്രബോധനങ്ങൾ, അങ്ങനെ ഒരു ഇസമാണിത് എന്ന് പറഞ്ഞ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ തളച്ചിടാൻ നോക്കിയിട്ടുണ്ട്. അത് അവർ തങ്ങളുടെ തന്നെ ബൗദ്ധിക ചിന്തകളുടെയും തത്വശാസ്ത്രങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയൊക്കെ തടവറയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അവർക്കതങ്ങനെ കാണാൻ കഴിയും. അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിൻ്റെ പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. അത് യഥാകാലം വെളിപ്പെട്ടോളും, യഥാകാലം ദൈവം തെളിയിച്ചോളും. അപ്പോൾ ദൈവവചനം പൂർത്തിയാകാറുണ്ടെന്ന് പറയുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനെ നിഷേധിക്കലോ അല്ലെങ്കിൽ ദൈവവചനത്തെ അത് സംഭവിച്ച് തള്ളിക്കളയുകയോ അല്ല. ദൈവവചനം നൽകപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ്? ദൈവശാസ്ത്ര വിശാരദന്മാർക്ക് വേണ്ടിയോ തത്വശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയോ പണ്ഡിതന്മാർക്ക് വേണ്ടിയോ അല്ല, വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അതാദ്യം നാം തിരിച്ചറിയണം. ദൈവവചനം ഗ്രഹിക്കാൻ പാണ്ഡിത്യം ആവശ്യമില്ല, ദൈവവചനം ഗ്രഹിക്കാൻ തത്വശാസ്ത്രം ആവശ്യമില്ല, ദൈവവചനം ഗ്രഹിക്കാൻ ലൗകിക വിജ്ഞാനം ആവശ്യമില്ല, ദൈവിക ജ്ഞാനം മതി. ഒരു 2000 വർഷം മുമ്പ് അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ കണ്ടില്ലേ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ജീവിതകാലം മുഴുവൻ ദൈവവചനം പഠിച്ച പണ്ഡിതരായ ശ്രേഷ്ഠരായ പാരമ്പര്യം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച അന്നത്തെ പരിസയർക്കോ സദുക്കായർക്കോ പുരോശ്രേഷ്ഠർക്കോ ഒന്നും യേശുക്രിസ്തു പറഞ്ഞാൽ മനസ്സിലായില്ല. പക്ഷെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന വെറും പാവപ്പെട്ട മുക്കുവരായിരുന്ന അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി. അപ്പോൾ ദൈവവചനം ഗ്രഹിക്കാൻ പാണ്ഡിത്യവും വ്യാഖ്യാന ശാസ്ത്രവും അല്ലെങ്കിൽ തിയോളജിയും ഒന്നും ആവശ്യമില്ല എന്ന് ഇതിൽ കൂടുതലൊരു തെളിവ് ദൈവം നമുക്ക് തരണോ? ഇനി നമ്മൾ വചനം പരിശോധിച്ച് നോക്കിയേ, എന്തിനാ ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കണേ? യോഹന്നാൻ 20:31 ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും. അപ്പോൾ വിശ്വാസം ഉളവാകാൻ വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കാൻ. അങ്ങനെ വിശ്വസിക്കുക വഴി നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകാൻ. ജീവനുണ്ടായിട്ടില്ല, നിത്യജീവൻ ലഭിക്കാൻ പോണേ ഉള്ളൂ. അത് വിശ്വസിക്കുന്നവർക്കാണ്. അപ്പോൾ വിശ്വസിക്കാനും വിശ്വാസം വഴി നിത്യജീവൻ സ്വന്തമാക്കാൻ. അല്ലാതെ ഈ വചനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗ്രീക്ക് മൂലം, അതിൻ്റെ ഹീബ്രു മൂലം, അതിൻ്റെ പാരമ്പര്യം, അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത്, അതിൻ്റെ ഈ വ്യാഖ്യാനം ആ വ്യാഖ്യാനം, ഇതൊക്കെ എടുത്ത് നടത്തിയൊരു ബൗദ്ധിക കസർത്ത്, ഇൻ്റലക്ച്വൽ ജിംനാസ്റ്റിക്സ്, അത് നടത്താൻ വേണ്ടിയിട്ടല്ല ദൈവവചനം നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു വചനത്തെ നിരർത്ഥകമാക്കി കളയാണ്. അപ്പോൾ ഇത്തരം ബൗദ്ധിക കസർത്തിലൂടെ അല്ലാതെ ദൈവവചനം വായിച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവും. അപ്പോൾ വചനം നൽകപ്പെട്ടത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, വിശ്വാസം ഉളവാകാൻ വേണ്ടിയാണ്, വിശ്വാസത്തിലൂടെ ജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയാണ്.
റോമ 16:26 യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഇത് അന്ത്യകാലത്ത് ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതെന്തിനാണ് വെളിപ്പെടുത്തുന്നത്? ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. ബൗദ്ധിക കസർത്ത് നടത്താനല്ല, ഏതെങ്കിലും തത്വശാസ്ത്രവും അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രങ്ങളുടെ പിൻബലത്തിലൂടെ വ്യാഖ്യാനിച്ച് നിരർത്ഥകമാക്കാനല്ല, അങ്ങനെ ജനത്തെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകാനല്ല, വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി. അപ്പോൾ ഈ വചനങ്ങൾ കേട്ട്, ഈ രഹസ്യങ്ങൾ കേട്ട് വിശ്വസിക്കണം. കേൾവി എന്ന വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന വഴി അതനുസരിക്കാനും അനുസരിച്ച് ജീവൻ സ്വന്തമാക്കാനും. അപ്പോൾ ദൈവവചനം നാം ഈ ഒരു ഹൃദയ തുറവിയോടെ, ഈ ഒരു ഭയഭക്തിയോടെ അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനമാണ് എന്ന ഉത്തമമായ ഉൾക്കാഴ്ചയോടെ, സ്നേഹാദരങ്ങളോടെ, എളിമയോടെ, അനുതാപത്തോടെ, വിറയലോടെ വായിക്കുകയും കേൾക്കുകയും ചെയ്താലാണ് ഈ പറയുന്നതൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുക. വ്യാഖ്യാന ശാസ്ത്ര പ്രസംഗങ്ങളിലൂടെ കാണരുത്. തത്വശാസ്ത്രങ്ങളുടെ പാരമ്പര്യങ്ങളുടെ പ്രസക്തിയോട് നോക്കുന്നവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. അതിന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ദൈവമേൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി പൂർത്തിയായിട്ടില്ല അവൻ്റെ ഒന്നാം വരവിൽ. അപ്പോൾ അത് പൂർത്തിയാക്കണ്ടേ? കാരണം ദൈവപുത്രൻ സത്യവാനാണ്. അവനെ പിതാവ് ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, ഹെബ്രായർ 9:28, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പോയതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയുണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരുന്ന രക്ഷ നൽകാനാണ്. അപ്പോൾ 2000 വർഷം മുമ്പ് രക്ഷ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ പണ്ഡിതർ പരിഹസിക്കുന്നുണ്ട്. അവരിപ്പോൾ എംബർമാല സഭയെക്കുറിച്ച് പരിഹസിക്കുന്ന വലിയ പണ്ഡിതർ, അവരിപ്പോൾ യേശു ക്രിസ്തുവിനൊക്കെ വിട്ടു ഏതോ എംബറിൻ്റെ പുറകെയാണ്. യേശു ക്രിസ്തു ആരാന്നും അറിയില്ല, ഈ രക്ഷ ആരാന്നും അറിയില്ല, വലിയ പണ്ഡിതരാണത്രേ. അപ്പോൾ ഇത് യേശു ക്രിസ്തുവിനെ നിരാകരിക്കുന്നതല്ല, അവൻ 2000 വർഷം മുമ്പ് നമുക്ക് നൽകിയ രക്ഷ സ്വീകരിച്ചുകൊണ്ട് തന്നെ അവനെ തന്നെ വീണ്ടും രക്ഷകനായി കാത്തിരിക്കുന്ന ഒരു ഗണം. അങ്ങനെ രക്ഷയുണ്ട്. അത് ഈ രക്ഷ എന്നും ഗ്രഹിക്കാനൊക്കെ സാധിച്ചാലല്ലേ കാത്തിരിക്കാൻ പറ്റുള്ളൂ. അത് ഈ രക്ഷയ്ക്ക് ദൈവം നിയോഗം നൽകിയിട്ടൊക്കെ കാത്തിരിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഒന്നാം വരവിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണേ, അതിനനുസ്മരണമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. ഇന്ന് ആഘോഷിക്കുന്ന ആളുകൾ അവരൊന്ന് ചിന്തിച്ച്, അവർ 2000 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഏതവസ്ഥയിലായിരിക്കും? ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമായിരുന്നോ? അപ്പോൾ അവൻ എന്തിനാണ് വരുന്നത്? സ്വാഭാവികമായും അവനെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാൻ. പ്രിയപ്പെട്ടവരെ, ആത്മശരീരങ്ങളോടെ തനിക്ക് സ്വന്തമായുള്ളവരെ ദൈവഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൻ വീണ്ടും വരുന്നത്. യോഹന്നാൻ 14:1-3 നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ദൈവവചനമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും. യേശു ക്രിസ്തു പറയാ, എന്നിലും വിശ്വസിക്കുവിൻ. അതാണ് ഇല്ലാത്തത്. പറച്ചിലൊക്കെ ഉണ്ട്, പക്ഷെ വിശ്വാസമില്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങളുണ്ടെന്ന് തന്നെ കർത്താവ് പറഞ്ഞത്. അല്ലാതെ തത്വശാസ്ത്രന്മാർ പറയുന്ന പോലെ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരവസ്ഥയല്ല. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ മണ്ടന്മാരല്ല എന്നാണ് ഇന്നത്തെ പണ്ഡിതർ പറയുന്നത്. അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ, വാസസ്ഥലം, വീട് ആണ് വാസസ്ഥലം, സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത്, അവനെവിടെ? അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങളുമായിരിക്കേണ്ടത് എത്ര കാലം? അനന്തകാലം. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഇത് പൊള്ളവാക്കല്ല.
ഇത് സത്യസ്വരൂപനായ ദൈവത്തിൻ്റെ സത്യസ്വരൂപനായ പുത്രൻ്റെ വാക്കുകളാണ്. ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത വാക്കുകൾ, വിശ്വസ്തനായ ദൈവത്തിൻ്റെ വാക്കുകൾ. നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ വാക്ക്. അപ്പോൾ അവൻ വീണ്ടും വരെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനാ. ഇതൊക്കെ ഏതോ പഴയ ചരിത്രം വായിക്കുന്ന പോലെയും ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിരിക്കും, അത് വരുമായിരിക്കും, വരുന്ന വരട്ടെ, വരുമ്പോൾ നോക്കാം. ഈ ഒരു മനോഭാവത്തോടെ ദൈവത്തിനോ ദൈവപുത്രനോ തൻ്റെ ജീവിതത്തിലോ തൻ്റെ ചിന്തകളിലോ യാതൊരു സ്ഥാനവുമില്ലാതെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങൾക്കും മഹത്വത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് ഇതൊക്കെ എന്ത് ശ്രദ്ധ, ഇതൊക്കെ എന്ത് കാര്യം? അവരാണ് ഈ പരിഹസിക്കുന്നവർ മുഴുവൻ. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വരുന്നത്. കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എന്ത് വേണം? രക്ഷയുടെ പൂർണ്ണം നൽകണം. നമ്മൾ കണ്ടു, അവൻ വീണ്ടും വരുന്നത് രക്ഷ നൽകാനാണ്. അവനെ ആകാംക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് രക്ഷ നൽകാൻ. എബ്രായർ 9:28 അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, ഇനി പാപത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടല്ല, പാപികളെ രക്ഷിക്കാനല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയുണ്ട്. 1 പത്രോസ് 1:5 അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ശ്രദ്ധിക്കണേ, ഇത് എഴുതിയത് 2000 വർഷം മുമ്പാണെങ്കിലും ഈ 2000 വർഷം ജീവിച്ച് മരിച്ചു പോയവരെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. അത് താഴോട്ട് വായിച്ച ശ്രദ്ധിച്ച് മനസ്സിലാവും. ഇത് അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഗണത്തെക്കുറിച്ചാണ്. ഈ ജീവിച്ചിരിക്കുന്ന ഒരു ഗണത്തോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറയുന്നത്. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിശ്വാസം വഴി കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ദൈവം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗണം അന്ത്യകാലത്തെ രക്ഷയ്ക്ക് വേണ്ടി. ഈ രക്ഷ വെളിപ്പെടുത്തപ്പെടുന്നത് പോലും അന്ത്യകാലത്താണ്. എന്തായാലും തെളിവ്, ഈ പുസ്തകത്തിൽ ഈ രക്ഷ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നുവരെ ഇത് പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം സംസാരിക്കണം. ദൈവം സംസാരിക്കുന്നത് ദൈവം അയക്കുന്നവരിലൂടെയാണ്. അപ്പോൾ ദൈവം ആരെയെങ്കിലും അയക്കാതെ ഈ രക്ഷ വെളിപ്പെടുത്തപ്പെടുകയില്ല. എത്ര കാലം നാം ഈ പുസ്തകത്തിൽ ഇത് വായിച്ചാലും അത് ഗ്രഹിക്കില്ല. അത് ദൈവം ആരെയെങ്കിലും അയച്ച് നമ്മെ അറിയിക്കണം. അതുകൊണ്ട് ഇത് അവസാന കാലത്ത് മാത്രമേ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രക്ഷയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു ഗണമുണ്ട് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു 1-ാം വരവിൽ വന്നത് പാപികളെ തേടിയാണ്, അല്ലെ? ഒരുക്കമുള്ളവർക്കുള്ള അവരെ തേടിയല്ല കർത്താവ് വന്നത്. ലൂക്ക 5:32 ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. അപ്പോൾ ഒരുക്കമില്ലാത്ത ഒരു ഗണത്തെ തേടിയാണ്, ഒരുക്കമില്ലാത്തവർക്കുള്ള പാപികൾക്കുള്ള രക്ഷ നൽകാൻ. അതാണ് പാപപരിഹാരം. ഈ പാപപരിഹാരത്തിൻ്റെ, പാപമോചനത്തിൻ്റെ രക്ഷ നൽകാനാണ് 2000 വർഷം മുമ്പ് ദൈവപുത്രൻ വന്നത്. നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത് ആ വരവാണല്ലോ. എന്നാൽ 2-ാം വരവ് അങ്ങനെ അല്ല. മത്തായി 16:27 മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. ഇത് 1-ാം വരവിൽ തന്നെ അവൻ പറയാണ്, വരാനിരിക്കുന്നു. അപ്പോൾ അവൻ വീണ്ടും വരുമ്പോൾ ഓരോരുത്തർക്കും താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. എന്ന് പറയാൻ എന്താ അർത്ഥം? പാപികൾക്ക് ശിക്ഷയും അവനെ ഒരുങ്ങി കാത്തിരിക്കുന്ന നീതിമാന്മാർക്ക് രക്ഷയും, ഒരുക്കമുള്ളവർക്ക് രക്ഷയും. ഇത് വിശ്വസ്തയോടെ ഈ നീതി സ്ഥാപിക്കുവാൻ, അതിനാണ് വീണ്ടും വരുന്നത്. അപ്പോൾ മുഖനോട്ടമില്ലാതെ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം തരുന്ന ഒരുവനാണ്. അങ്ങനെ ഒരാളായിട്ടാണ് ദൈവപുത്രൻ വീണ്ടും വരുന്നത്. യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, സാത്താൻ. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും. ആർക്കാണോ അത് തിരിച്ചറിയണം. ആർക്കാണ്? ആരോ ഒരു കൂട്ടരെ വെച്ചാൽ പറയുന്നത് അവർക്ക് ജീവനുണ്ടാകാനും
അത് സമൃദ്ധമായി ഉണ്ടാകാൻ. അത് സമൃദ്ധം ഉണ്ടാകുന്ന ജീവൻ, നിത്യജീവൻ. അപ്പോൾ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ആർക്കും നിത്യജീവൻ നൽകിയിട്ടില്ല. അതവന് കഴിവില്ലാഞ്ഞിട്ടല്ല, അത് അപ്പോഴല്ല നൽകേണ്ടത്. അതിന് കുറേയേറെ കാര്യങ്ങൾ പൂർത്തിയാകുന്നുണ്ട്. അതിന് ശേഷമാണ് നിത്യജീവൻ നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വചനം അവൻ്റെ ഒന്നാം വരവിനെ കുറിച്ചല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ച് വായിച്ചു പോവുകയാണ്. ഒന്നാം വരവിൽ അവനിൽ വിശ്വസിച്ച് ജീവിച്ച് ആർക്കും, ആദത്തിൻ്റെ ഒരു സന്തതിക്കും ഇന്ന് വരെ നിത്യജീവൻ കിട്ടിയിട്ടില്ല. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? നിത്യജീവൻ, നിത്യം ജീവിക്കുന്നത്. അവരുടെ ശരീരം ഇപ്പോഴും മണ്ണിലാണ്. അവർക്ക് സ്വർഗീയ ശരീരം ലഭിച്ചിട്ടില്ല. അപ്പോൾ മരിച്ചുപോയവർക്ക് പുനരുത്ഥാനത്തിലൂടെ, ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണത്തിലൂടെ സ്വർഗീയ ശരീരം ലഭിച്ചാലാണ് നിത്യജീവൻ വസിക്കുന്ന ശരീരമാവുകയുള്ളൂ. അതുകൊണ്ട് രണ്ടാം വരവില്ല. അപ്പോൾ രണ്ടാം വരവിൽ അവൻ വരുന്നത് നിത്യജീവൻ തരാൻ വേണ്ടിയാണ്. യോഹന്നാൻ 9:39 യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനത്തിൽ നേരത്തെ കണ്ടതാണ്. ഇനിയും അതിന് അനേകം മുഖങ്ങൾ ഈ വചനത്തിലുണ്ട്. അപ്പോൾ ന്യായവിധി നടത്താനായി ദൈവപുത്രൻ വരുന്നതും അവൻ രണ്ടാം വരവിലാണ്. അപ്പോൾ ഒരു ഗണത്തിന് രക്ഷ, ഒരു ഗണത്തിന് ശിക്ഷ എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത് നൽകാൻ വേണ്ടിയാണ് ദൈവപുത്രൻ വീണ്ടും വരുന്നത്. അവൻ്റെ ശിക്ഷ ആർക്ക് വേണേൽ കൊടുത്തോട്ടെ, ആര് വേണേൽ ശിക്ഷ സ്വീകരിച്ചോട്ടെ. അതല്ല നമ്മുടെ ആവശ്യം, നമ്മുടെ ശ്രദ്ധ. നമുക്ക് രക്ഷ വേണം, വേണ്ടേ? ആരെ കർത്താവ് ശിക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? എനിക്ക് രക്ഷ വേണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണ്ടേ? അത് കിട്ടാൻ ഞാനെന്ത് ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണ്ടേ? കർത്താവ് ആരെ വേണം ശിക്ഷിച്ചോട്ടെ, അത് ശിക്ഷിച്ചോളും. പക്ഷെ നമുക്ക് രക്ഷ വേണം. അപ്പോൾ രക്ഷ തരാൻ വരുന്നത് സജ്ജീകൃതമായ ഒരു ജനത്തിൻ്റെ അടുക്കിലേക്കാണ്. ഒരു ഗണം സജ്ജീകരിക്കപ്പെടണം. അവൻ വെളിപ്പെടുന്നതിന് മുമ്പ്, ശ്രദ്ധിച്ച് കേൾക്കണേ, അവൻ വെളിപ്പെടുന്നതിന് മുൻപ് അവൻ തരാനിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ യോഗ്യരാക്കപ്പെട്ട ഒരു ഗണം സജ്ജീകൃതമാകണം. യെശയ്യാ 59:20 കർത്താവ് അരുളിച്ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. ഇത് കർത്താവിന് ഒന്നാം വരവിനെ കുറിച്ചല്ല. ഒന്നാം വരവ് കർത്താവ് അന്നത്തെ ജെറുസലേമിൽ വന്നതിനെ കുറിച്ചല്ല. അത് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞവരുടെ അടുക്കിലേക്കല്ല വന്നത്. നമ്മൾ കണ്ടു, പാപികളെ തേടിയാണ് വന്നത്. അവൻ തന്നെ പറഞ്ഞു അനേക തവണ. അങ്ങനെയെങ്കിൽ ഇത് രണ്ടാം വരവായിരിക്കണ്ടേ? രണ്ടാം വരവാൻ വരുന്നത് എവിടേക്കാ? എല്ലാ തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞ ഒരു ഗണത്തിനടുക്കിലേക്ക്. ഈ ഭൂമിയിൽ ശ്രദ്ധിക്കണേ, മധ്യാകാശത്ത് കർത്താവ് മധ്യാകാശത്തിൽ വരും എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ മധ്യാകാശത്ത് കർത്താവിനെ കാണും. ഈ ഭൂമിയിൽ അവൻ രക്ഷകനായി ഒരു സ്ഥലത്തേക്ക് വരുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് വിശ്വസിക്കാൻ ദൈവം വരും തന്നവർ വിശ്വസിച്ചാൽ മതി, ഒരു നിർബന്ധവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചന സത്യമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു സജ്ജീകൃതമായ ജനത്തിനടുത്തേക്കാണ് അവൻ വീണ്ടും രക്ഷകനായി വരുന്നത്. എല്ലാ തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ ഒരു ഗണം, ദൈവപിതാവിനെ യഥാർത്ഥത്തിൽ അറിയുന്ന ഒരു ഗണം. നമ്മൾ പഠിച്ചാണ്, ഇത് അന്ത്യകാലത്ത് മാത്രമേ നാം ദൈവപിതാവിനെ പൂർണ്ണമായി അറിയുള്ളൂ, ദൈവപുത്രൻ വെളിപ്പെടുത്തി തരികയുള്ളൂ. ദൈവപിതാവിൻ്റെ നാമം അറിഞ്ഞ് അതിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു ഗണം. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് സ്വീകരിക്കാനും ഗ്രഹിക്കാനും അങ്ങനെ ദൈവീക സമ്പത്ത് സ്വന്തമാക്കാനും കഴിയുന്ന ഒരു ഗണം. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അന്ത്യകാലത്ത് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ അത് സ്വീകരിക്കുന്ന ഒരു ഗണം. ഗാഠമായ പരസ്പര സ്നേഹത്തിലൂടെ വിശ്വാസത്തിൽ ഒരേ കുടുംബാംഗങ്ങളായി പരസ്പര സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ഒരു ഗണം. അങ്ങനെ തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കുന്ന ഒരു ഗണത്തിൻ്റെ അടുത്തേക്കാണ് യേശു ക്രിസ്തു രക്ഷകനായി വരുന്നത്. അപ്പോൾ വിശ്വാസത്തിലൂടെ, വിശുദ്ധിയിലൂടെ, സ്നേഹത്തിലൂടെ തങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഗണം. ശ്രദ്ധിക്കണേ, അപ്പോൾ അവസാന കാലത്ത് വെളിപ്പെടുത്തപ്പെടുന്നതും നമുക്ക് നൽകപ്പെടുന്നതുമായ ഈ രക്ഷയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഗണമാണ് ഇവർ. അപ്പോൾ യേശു ക്രിസ്തു രക്ഷകനായി വീണ്ടും വെളിപ്പെടുന്നതിന് മുൻപ് ഇങ്ങനെ ഒരുങ്ങി കാത്തിരിക്കണം.
ഇത് ശ്രദ്ധിച്ച്, അങ്ങനെ ഒരുങ്ങണമെങ്കിൽ എന്ത് വേണം? നാം ഇതൊക്കെ വിശ്വസിക്കണ്ടേ? എന്ത് വിശ്വസിക്കണം? നമ്മുടെ ജീവിതകാലത്ത് തന്നെ യേശു ക്രിസ്തു രക്ഷകനായി വെളിപ്പെടും. എന്നാലേ ഒരുക്കത്തിന് പ്രസക്തിയുള്ളൂ. കർത്താവിന് രണ്ടാം വരവിനെ കുറിച്ച് പറയുമ്പോൾ സദ്വാർത്ത പ്രസംഗിക്കപ്പെട്ട് തുടങ്ങിയ മുതൽ സിയോനത് പ്രഘോഷിച്ച മുതൽ ഇവിടുത്തെ അനേക പണ്ഡിതർ പറയുന്നതാണ് എപ്പോഴും, കർത്താവ് എപ്പോൾ വേണേ വരട്ടെ, നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മതി. കർത്താവ് എപ്പോൾ വേണേ വരും, കളനെപ്പോലെ ഒരുന്നില്ല പറഞ്ഞിരിക്കണേ, നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മതി. എന്നിട്ട് ആരോ ഒരുങ്ങിയിരിക്കണേ? ഈ പറയുന്നവരോ കേട്ടവരോ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? അവർ കരുതുന്ന ഒരുക്കം പോരാ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനവും അനുസരിക്കുന്ന ഒരു ഒരുക്കത്തിലേക്ക് വരണം, വിശ്വസിക്കുന്ന ഒരുക്കത്തിലേക്ക് വരണം. അതാരാ വന്നേ? അപ്പോൾ തങ്ങളുടെ തിന്മയിൽ തുടരാനും തങ്ങളുടെ അന്ധകാരത്തിലും അജ്ഞതയിലും തുടരാനും മനുഷ്യനെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ലൈസൻസാണ് ഈ ഒരു വാക്ക്, കർത്താവ് എപ്പോഴും വരട്ടെ, നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മതി. ലൈസൻസായി എന്ത് ചെയ്യാൻ? അപ്പോൾ അത് യേശു ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് ഒരുങ്ങണമെങ്കിൽ വിശ്വസിക്കണം. തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ദൈവപുത്രൻ വെളിപ്പെടും, രക്ഷകനായി തങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടും. അത് വിശ്വസിക്കുന്നൊരു ഗണമുണ്ടെന്ന്, ദൈവം വരം കൊടുക്കുന്നൊരു ഗണമുണ്ട്. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൽ നിന്നൊരു ഉറപ്പ് നമുക്ക് കിട്ടണ്ടേ? മനുഷ്യരിൽ നിന്ന് ഉറപ്പല്ല, ദൈവത്തിൽ നിന്ന് ഉറപ്പ്. അപ്പോൾ ദൈവത്തിന് ഉറപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ദൈവം ആരെങ്കിലും അയച്ച് നമ്മെ അറിയിക്കണം, ഇതാ കർത്താവ് നിൻ്റെ അടുത്തേക്ക് രക്ഷകനായി വരും. എന്താ പറയാൻ കാരണം? ദൈവം നീതിമാനാണ്. നമ്മളെ വഞ്ചനയിൽ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു അവസ്ഥയിൽ പെട്ടെന്ന് പിടികൂടി നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ദൈവം. തൻ്റെ മക്കളെ രക്ഷിക്കാൻ, മക്കളോട് കാരുണ്യം കാണിക്കാൻ അവസരം കണ്ടെത്തുന്ന ദൈവം. അങ്ങനെ പുസ്തകം എഴുതിയിരിക്കുന്നത്. കാരുണ്യം കാണിക്കാൻ അവിടുന്ന് അവസരം കണ്ടെത്തുന്നു. ഇത്രമാത്രം സ്നേഹനിധിയായ കരുണാസമ്പന്നനായ ഒരു ദൈവമാണ് നമ്മുടെ പിതാവ്. ആ പിതാവിൻ്റെ കരുണയാണ് നമ്മളിപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ നമ്മളെ ശിക്ഷിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, നമ്മൾ ഏത് വിധേന രക്ഷിക്കണം. സാത്താൻ്റെ പിടി നമ്മെ രക്ഷിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ സ്വന്തമാക്കാൻ, തൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതൊക്കെ സ്വന്തമാക്കണം മക്കൾ എന്നാഗ്രഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവാണ് നമ്മുടെ ദൈവം. ആമോസ് 3:7 ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അന്ത്യകാലത്ത് ദൈവപുത്രനെ അയച്ച് നമുക്ക് രക്ഷയും ശിക്ഷയും ഒക്കെ ലോകത്തിന് കൊടുക്കുന്ന ഈ പ്രവൃത്തികളെല്ലാം ദൈവം ചെയ്യുന്നതിന് മുൻപ്, ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ, ഇതൊക്കെ ദൈവം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ദൈവം തൻ്റെ ദാസരായ പ്രവാചകർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. അപ്പോൾ അങ്ങനെ എന്തിനാ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന? പ്രവാചകർക്ക് നമ്മെ അറിയിക്കാൻ. അപ്പോൾ ആർക്ക് രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന പറഞ്ഞത്? പ്രവാചകർക്ക്. മോശ മുതൽ സ്നാപയോഹന്നാൻ വരെയാണ് പ്രവാചകർ, പിന്നെ പ്രവാചകരില്ല. അപ്പോൾ ഈ പഴയ പ്രവാചകന്മാർ ആർക്കെങ്കിലുമൊക്കെ വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പ്രവാചകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് പറഞ്ഞത്. പോപ്പിനോ മെത്രാനോ കർദിനാളിനോ പാസ്റ്റർക്കോ പുരോഹിതനോ സുവിശേഷ പ്രഘോഷകനോ വെളിപ്പെടുത്തി കൊടുക്കും എന്നല്ല എഴുതിയിരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ രണ്ടാം വരവിനെക്കുറിച്ച് ഇങ്ങനെ ദൈവം അയക്കുന്നവനിലൂടെ യഥാസമയം നാം ഒരുങ്ങി തയ്യാറെടുക്കാൻ ഈ അന്ത്യകാലത്ത് ദൈവം തരുന്ന അറിയിപ്പാണ് സദ്വാർത്ത. അങ്ങനെ ഒരു സദ്വാർത്തയെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു സുവിശേഷം എന്തൊക്കെയോ കേട്ട് ജീവിച്ച ഒരു ഒഴുകമട്ടിൽ കുറേ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കുറേ സംവിധാനത്തിൻ്റെ ഭാഗമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒഴുകിപ്പോകുന്നവർക്ക് ഇതെന്ന് പരിശോധിക്കാൻ പോലും മെനക്കെടാൻ മനസ്സില്ല. അങ്ങനെ ഒരു സദ്വാർത്ത ഉണ്ട് എന്ന് വിളിച്ചു പറയപ്പെട്ടിട്ടും ആരും പരിശോധിക്കാൻ മെനക്കെട്ടില്ല. 2000 വർഷം അങ്ങനെയായിരുന്നല്ലോ. 3 ജ്ഞാനികൾ ജെറൂസലേമിലെത്തി. അവർ ഹെറോദോസിനോട് ചോദിച്ചു, യഹൂദ രാജാവായി ജനിച്ചവൻ എവിടെയാണ്? ആ ഹെറോദോസിനാകെ പരിഭ്രമായി. അയാളുടെ രാജസ്ഥാനം പോകാൻ പോവാണ്. ഇത് രാജാവിനെ കുറിച്ച് ചോദിക്കണേ. അപ്പോൾ ഹെറോദോസിന് അറിഞ്ഞൂടാ. ഹെറോദോസ് പുരോഹിത ശ്രേഷ്ഠന്മാരൊക്കെ വിളിച്ചു. അവർ വന്ന് ചുരുള് നിർത്തി. എന്നിട്ട് പറഞ്ഞു, യൂദയായിലെ ബത്ലഹേമിൽ. എന്നിട്ട് ചുരുളടച്ചു പോയി. ഈ ജ്ഞാനികൾ പറഞ്ഞതിൽ വല്ല വാസ്തവതയുണ്ടോ? അവർ കണ്ട കാലത്തിൻ്റെ അടയാളത്തെക്കുറിച്ചോ അന്വേഷിക്കാനോ ഇതൊന്ന് പരിശോധിക്കാനോ പോലും ആ പണ്ഡിതർക്കും പുരോഹിത ശ്രേഷ്ഠന്മാർക്കും കഴിഞ്ഞില്ല. എന്താ കാരണം? അത്രമാത്രം ആത്മീയ അന്ധതയിലും അഹങ്കാരത്തിലുമായിരുന്നു. ഞങ്ങളുടെ പഠനം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഞങ്ങൾ പറയുന്ന പോലെ വേണേ ദൈവം ചെയ്തോണം, ഇങ്ങനെയാണ് ഞങ്ങളുടെ തിയോളജി, ഞങ്ങളുടെ പാരമ്പര്യം. ഈ മർക്കടമുഷ്ടിയും ആത്മീയ ധിക്കാരവും മൂലം അവരാരും പരിശോധിച്ചു നോക്കിയിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെ.
യെശയ്യാ 52:7 സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. അത് സദ്വാർത്ത ദൂതനെ കുറിച്ചാണ് എഴുതിയിരിക്കണേ. അങ്ങനെ ഒരു സദ്വാർത്ത ദൂതനുണ്ട്. അങ്ങനെ ഒരു സദ്വാർത്ത അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒന്നാം വരവിൽ നമുക്കറിയാം മാലാഖമാർ കുറച്ച് ആട്ടിടയന്മാർക്ക് ഈ സന്ദേശം നൽകി. ഈ പാവപ്പെട്ട ആട്ടിടയന്മാർ പറഞ്ഞാൽ ഈ പണ്ഡിതന് ശ്രേഷ്ഠ ആര് ഭാഗവെക്കാനാണ്? ഒന്നിനും കൊള്ളാത്ത കുറേ പാവങ്ങൾ, അതാരും ഭാഗവച്ചില്ല. അവർ കണ്ടവരൊക്കെ പറഞ്ഞാണ്, പക്ഷെ ആരും ഭാഗവച്ചില്ല. അപ്പോൾ അതിനുശേഷം ദൈവപുത്രൻ്റെ പരസ്യ ദൈവത്തിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, അവനെ വഴിയൊരുക്കാൻ, അവൻ വന്നു എന്ന് അറിയിപ്പ് തരാൻ ദൈവം അയച്ചത് ഒരു പ്രവാചകനെയാണ്, സ്നാപക യോഹന്നാൻ. അവിടെ അന്ന് വലിയ സഭയുണ്ടായിരുന്നു, മഹാപുരോഹിത സഭയുടെ അധികാരി ഉണ്ടായിരുന്നു, മറ്റു പുരോഹിത ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, ജീവിതകാലം മുഴുവൻ നിയമം പഠിച്ച പണ്ഡിതരും നിയമജ്ഞരും പരിസരമൊക്കെ ഉണ്ടായിരുന്നു. അവരെ ആരെയും അല്ല ദൈവം അയച്ചത്. ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ. അതൊക്കെ പക്ഷേ ദൈവം മുൻകൂട്ടി എഴുതി വെച്ചിടണം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവന് വഴിയൊരുക്കാൻ ദൈവം ആരെയാണ് അയക്കുന്നത്? ഈ സദ്വാർത്ത ദൂതനെ കുറിച്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇന്ന് നിലവിലിരിക്കുന്ന ഒരു സഭയുടെയും അധികാരിയെ അല്ല ദൈവം അയക്കുക. അന്ന് തങ്ങൾ അധികാരികളിലേക്ക് നോക്കിയിരുന്ന പാവപ്പെട്ട ജനം വഞ്ചിതരായി എന്നത് നമുക്കിന്നൊരു പാഠമായിരിക്കണം. യെശയ്യാ 61:1-2 ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് ഒന്നാം വരവ് ആഘോഷിക്കുന്ന നമ്മൾ അവൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണ്ടേ? കാരണം ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പോയത്. അങ്ങനെ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ എന്തു ചെയ്യണം? ഈ സദ്വാർത്ത ദൂതൻ വന്നോ എന്ന് പരിശോധിക്കണ്ടേ? ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കണ്ടേ? രക്ഷയുടെ പൂർണ്ണത കാത്തിരിക്കുന്നവർ ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇനി ഇങ്ങനെ സദ്വാർത്ത ദൂതൻ വന്നു എന്ന് കേട്ടാൽ എന്ത് ചെയ്യണം? നാം പരിശോധിക്കണം, വിവേചിച്ചറിയണം. അത് മാനുഷിക മാനദണ്ഡങ്ങൾ വെച്ചല്ല, ദൈവിക മാനദണ്ഡങ്ങൾ വേണം. മാനുഷിക മാനദണ്ഡം വെച്ച് പരിശോധിച്ചാൽ തെറ്റുപറ്റും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് നടന്നൊരു പ്രസംഗമുണ്ട്. എല്ലാവർക്കും പരിചയമാണ് സ്തേഫാനോസിന്. അവർ കല്ലെറിഞ്ഞു കൊന്നു സ്തേഫാനോസിന്. ഈ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ അവനെവിടെ നിന്നാണ് പ്രസംഗിക്കണേ? ഉന്നതാധികാര സംഘത്തിന് മുമ്പിൽ. അവനെ വിചാരണ ചെയ്യുന്ന പുരോഹിത ശ്രേഷ്ഠരും സഭയിലെ അധികാരികളുമാണ്. ഏറ്റവും ഉന്നത സംഘത്തിന് മുമ്പിലാണ് അവൻ നിൽക്കുന്നത്. അവൻ്റെ അവസാനം സ്തേഫാനോസ് ഇങ്ങനെ അവരോട് പറയാ, മർക്കടമുഷ്ടിക്കാർ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:51-52 വായിച്ചാൽ കാണാം. മർക്കടമുഷ്ടിക്കാർ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ. വാക്കുകൾ മൂർച്ച ശ്രദ്ധിക്കണേ. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്ത എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവനെ വിചാരണ ചെയ്യുന്നവർ പിതാക്കന്മാരാരാ? അവരും പുരോഹിതരായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാ പ്രവാചകന്മാരെയും പീഡിപ്പിച്ചു എന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞ അർത്ഥം, ദൈവം അയച്ച ഒരു പ്രവാചകനും അവർ അയക്കപ്പെട്ട കാലത്തെ അധികാരികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കില്ല. ഇനി അവസാന കാലത്ത് പ്രവാചകർ വരുന്നു പറയുമ്പോൾ എപ്പോഴും ഉദ്ധരിക്കുന്ന വചനമുണ്ട്. മത്തായി 24:11 നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അപ്പോൾ സദ്വാർത്തയുമായി ദൈവം തൻ്റെ ദൂതനെ അയച്ചെന്ന് പറയുമ്പോൾ ഉടനെ വചനെടുത്ത് പറയും, കണ്ടോ അനേകം വ്യാജ പ്രവാചകൻ വരെ അവസാന കാലത്ത് അനേകരെ വഴിതെറ്റിക്കും. ശരിയാ, പക്ഷേ ഈ സത്യത്തെ അങ്ങനെ തിരിച്ചറിയും.
അതിനൊരു വഴിയുണ്ടോ? ആകെ ഒരു വഴി അറിയാവുന്നത് എന്താ? ഞങ്ങളുടെ അധികാരിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദൈവം അയച്ചാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ മാത്രം ഇരിക്കുന്ന ക്രിസ്ത്യാനി. നമ്മൾ കണ്ടു സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, അതിനു മുമ്പ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ കാണാം, ഒരു പ്രവാചകനും അവർ അയക്കപ്പെട്ട കാലത്തെ സഭയുടെ അധികാരികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ ദൈവം അയക്കുന്നവരെ തിരിച്ചറിയാൻ വഴികൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാരെയും പഠിപ്പിച്ചിട്ടില്ല, അതാർക്കൂട്ട് അറിയില്ല. മാനുഷിക മാനദണ്ഡങ്ങൾ വെച്ച് മാത്രം നോക്കി. അതുകൊണ്ട് സദ്വാർത്ത മുഴങ്ങിയോ ഇല്ലയോ എന്ന് പരിശോധിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, 2005 മുതൽ ഈ സദ്വാർത്ത ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെട്ടു. ഇത് പ്രഘോഷിക്കാൻ ദൈവം അയച്ച അത്യുന്നത ദൈവത്തിൻ്റെ പ്രവാചകനാണ് സദ്വാർത്ത ദൂതൻ. അവനെ ലോകം വിളിച്ചു ജോസഫ് പൊന്നാർ. അപ്പോൾ ഈ സദ്വാർത്ത ദൂതൻ നമുക്കൊരു വലിയ സദ്വാർത്ത നൽകി. ഞാൻ മുമ്പ് പറഞ്ഞു, നാം ഒരുങ്ങണമെങ്കിൽ നാം ജീവിച്ചിരിക്കെ തന്നെ ദൈവത്തിൽ നമുക്ക് ഉറപ്പ് കിട്ടണം. നാം ജീവിച്ചിരിക്കെ തന്നെ കർത്താവ് വെളിപ്പെടും. അപ്പോൾ എന്താ സദ്വാർത്ത മുഴങ്ങിയത്? 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന അതേ ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ ഇമ്മാനുവേൽ നാമത്തിൽ വന്നു കഴിഞ്ഞു. ഇതാ അവൻ രക്ഷ നൽകാൻ വെളിപ്പെടാൻ പോകുന്നു എന്ന വാർത്ത, സദ്വാർത്ത, ദൈവത്തിൻ്റെ പ്രവാചകൻ ഔദ്യോഗികമായി നമ്മെ അറിയിച്ചു. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, കേൾക്കുന്നവർ ഗ്രഹിക്കട്ടെ, സ്വീകരിക്കുന്നവർ രക്ഷ സ്വന്തമാക്കട്ടെ. കാരണം ദൈവനീതി അനുസരിച്ച് ഇത് പ്രഘോഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാം വരവിൽ ദൈവത്തിന് വഴിയൊരുക്കാൻ വന്ന പ്രവാചകന് സ്നാപകനാണ് അന്നത്തെ അധികാരികൾ ശ്രേഷ്ഠർ സ്വീകരിച്ചോ? ഇല്ല. അവർ അവരെ ഭ്രാന്തനായും പിശാച് ബാധനാക്കി തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ പിൻഗാമികൾക്കും ഇന്നും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കിയവനെ സ്വീകരിക്കാത്തത് കൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ നൽകിയ രക്ഷയും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിഷേധിക്കാൻ ദൈവത്തിന് വഴിയൊരുക്കാൻ വന്ന പ്രവാചകനെ ആയിക്കോട്ടെ ദൈവപുത്രനെ ആയിക്കോട്ടെ നിഷേധിക്കാൻ അന്നത്തെ പണ്ഡിതർ ചാരിയതെങ്ങോട്ടാ? അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിലേക്ക്, അവരുടെ തന്നെ വ്യാഖ്യാന ശാസ്ത്രങ്ങളിലേക്ക്, അവരുടെ തന്നെ പാരമ്പര്യത്തിലേക്ക്. സുശീലം വായിച്ചാൽ കാണാം, യേശുക്രിസ്തുവിനെ പിടിക്കാൻ ചെന്ന പറഞ്ഞു വിട്ടു കുറച്ച് പടയാളികളെ, പുരോഹിതനും പരിസേരും ഒക്കെ. അവനെ പിടിക്കാതെ തിരിച്ചു വന്നു. അവൻ്റെ വാക്കുകളിൽ ആകൃഷ്ടരായി അവർ പറഞ്ഞു, ഇവനെപ്പോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിസേയ പ്രമുഖരും സദുക്കായരുമൊക്കെ ഈ പടയാളികളോട്, സേവകരോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളും വഞ്ചിതരായോ? അധികാരികൾ ആരെങ്കിലും അവൻ വിശ്വസിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? അധികാരികൾ പാരമ്പര്യവാദികളാണ്. അധികാരികൾ വലിയ ദൈവശാസ്ത്രം അറിയുന്നവരാണ്, നിയമം അറിയുന്നവരാണ്. അടുത്ത പദം ശ്രദ്ധിച്ചേ, നിയമം അറിയാത്ത ഈ ജനം ശാപിക്കപ്പെട്ടതാ. അപ്പോൾ അവരുടെ ഭാഷയിൽ എന്താ അർത്ഥം? തിയോളജി, പാരമ്പര്യമൊന്നും അറിയാത്ത, പണ്ഡിതരല്ലാത്ത, ഒന്നും അറിയാത്ത കുറേ ആളുകൾ മാത്രമേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുള്ളൂ. നിയമം അറിയുന്നവർ, പാണ്ഡിത്യമുള്ളവർ ആരും അവനെ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയാൻ അവരെന്തിനെ ആശ്രയിച്ച്? അവരുടെ പാരമ്പര്യവും പാണ്ഡിത്യവും ഒക്കെ. വീണ്ടും അവർ നിക്കോദേമോസിനോട് ചോദിക്കുന്നുണ്ട്, പുസ്തകം തുറന്ന് വായിക്ക്, ഇവിടെ എഴുതിയിട്ട് എവിടെയെങ്കിലും കാണുമോ? ഗലീലിൽ നിന്ന് ഏതെങ്കിലും പ്രവാചകൻ വരുമെന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അവരുടെ വ്യാഖ്യാനങ്ങളിലാണ് അവർ താങ്ങി നിന്നത്. എന്തിന്? ദൈവപുത്രനെ നിഷേധിക്കാനും ദൈവപുത്രന് വഴിയൊരുക്കാനാകുന്നത് നിഷേധിക്കാനും. ഇത് തന്നെയാണ് ഇന്നും ദൈവത്തിൻ്റെ സദ്വാർത്തയും സദ്വാർത്ത ദൂതനെയും വീണ്ടും വന്ന ദൈവപുത്രനെ ഒക്കെ നിഷേധിക്കാൻ പണ്ഡിതരും ശ്രേഷ്ഠരും മറ്റെല്ലാവരും ആശ്രയിക്കുന്ന അവരവരുടെ തത്വശാസ്ത്രങ്ങളെയും വ്യാഖ്യാന ശാസ്ത്രങ്ങളെയും അവർ വിശ്വസിക്കുന്ന ഇസങ്ങളെയൊക്കെയാണ്. ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചേക്കണേ, ഇങ്ങനെയല്ല ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയല്ല, ഇതിൻ്റെ ഗ്രീക്ക് മൂലം എങ്ങനെയാണ്, അതിൻ്റെ ഹീബ്രു മൂലം അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ അർത്ഥം, ഇതങ്ങനെയൊന്നും പറയില്ല, ഞങ്ങളിങ്ങനെ വിശ്വസിക്കില്ല. അപ്പോൾ അവിശ്വാസത്തിന് താങ്ങായി തീർന്നിരിക്കുന്നത് പാരമ്പര്യവും തത്വശാസ്ത്രങ്ങളും ദൈവശാസ്ത്ര വിശകലനങ്ങളും ഒക്കെയാണ്. അതന്നും അങ്ങനെയായിരുന്നു. 1 കൊരിന്തോസ് 1:22-23 യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു.
ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2000 വർഷം മുമ്പ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവജനത്തിന് ഇടർച്ചയായിരുന്നു. കാരണം മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് അവർ പഠിച്ചിരിക്കുന്നത്. ഇടർച്ചയായി. ഇനി മറ്റുള്ളവർക്കോ അവൻ ഭോഷത്വമാണ്. ഭോഷനായ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഒരു ഭോഷത്വം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ രണ്ടാം വരവിൽ ഇന്ന് ദൈവജനത്തിന് ഇടർച്ചയും മറ്റനേകർക്ക് ഭോഷത്വവുമായ വീണ്ടും വന്ന ദൈവപുത്രൻ ഈ എംപറർ ഇമ്മാനുവേലിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. 1 കൊരിന്തോസ് 2:4-5 എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെടുന്നവർ നമുക്ക് നൽകുന്ന വചനങ്ങൾ, ദൈവത്തിൻ്റെ സദ്വാർത്ത വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതല്ല. അത് ഭൗതിക വിജ്ഞാനമല്ല. പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയണ്ടേ, അത് മനസ്സിലാക്കണ്ടേ. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോഴും അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. അതിലധികം അവൻ്റെ രണ്ടാം വരവിൽ സദ്വാർത്ത പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നവരിലൂടെയും വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവുമാണ് എന്ന് ഗ്രഹിക്കണമെങ്കിൽ ആ ആത്മാവിനെ വേവിച്ചറിയാൻ കഴിയണ്ടേ. അപ്പോൾ അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു. അത് ഏത് ശക്തി? ഈ ദൈവം അയക്കുന്നവരുടെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുന്ന ശക്തി. അതായിരിക്കും അടിസ്ഥാനം. അപ്പോൾ ആ ശക്തി വിവേചിച്ചറിയാൻ കഴിയാതെ, ആ ആത്മാവിനെ വിവേചിച്ചറിയാൻ കഴിയാത്തവന് ഈ ശക്തി സ്വീകരിക്കാൻ കഴിയുമോ? ഈ ശക്തി സ്വീകരിക്കാത്തവന്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയാത്തവന് വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ സദ്വാർത്തയുടെ അതിൽ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം മാനുഷിക തത്വശാസ്ത്രങ്ങളോ വിജ്ഞാനമോ അല്ല, ആയിരിക്കരുത് എന്നാണ് ദൈവത്തിന് ഹിതം. ഇന്ന് ഈ മാനുഷിക വിജ്ഞാനം പറഞ്ഞാണ് സദ്വാർത്തയും അത് വിശ്വസിക്കുന്നവരെയും ലോകം നിന്ദിക്കുന്നത്. അവർ ഈ വചനം കണ്ടിട്ട് പോലുമില്ല. ഈ വിശ്വാസ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമല്ല, ആയിരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ദൈവം അയക്കുന്നവരോട് വെളിപ്പെടുന്ന സദ്വാർത്തയിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി. അതിനത് തിരിച്ചറിയണ്ടേ, അത് ഗ്രഹിക്കാൻ കഴിയണ്ടേ? അത് കഴിയില്ല. മർക്കോസ് 12:24 യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾ അന്നത്തെ കാഴ്ചപ്പാടിൽ നോക്കിയേ, വെറും ഒരു മരപ്പണിക്കാരൻ യേശു അവരുടെ കാഴ്ചപ്പാടിൽ. വലിയ പണ്ഡിതോട് പറയുക, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയും അറിയില്ല, വിശുദ്ധ ലിഖിതങ്ങളും അറിയില്ല. ആരോടെ പറയണേ? ചെറുപ്പകാലം മുതലേ വിശുദ്ധ ലിഖിതം പഠിച്ച് അതിൻ്റെ പേരിൽ അഭിമാനിച്ച് സിംഹാസനം കയറിയിരിക്കുന്നതോടാണ് പറയുന്നത് നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതം അറിഞ്ഞുകൂടാന്ന്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞുകൂടാന്ന്, അതുകൊണ്ട് തെറ്റ് പറ്റുന്നു. ഇത് തന്നെയാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവും പറയുന്നത്. 1 കൊരിന്തോസ് 2:12 നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവുള്ളത് ഗ്രഹിക്കാൻ കഴിയില്ല. പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് ഇത് വിവേചിച്ചറിയാനും കഴിയില്ല. അതാണ് ദുരന്തമായിരിക്കുന്നത്. 2 കൊരിന്തോസ് 4:3-4 ഞങ്ങളുടെ സുവിശേഷം ഈ സദ്വാർത്ത നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ, കുറേ പേർക്ക് നിഗൂഢമാണ്, അങ്ങനെ പറയുന്നത് കളിയാക്കുന്നു, അല്ലെങ്കിൽ ദുഷിക്കുന്നത്, അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം, ഈ സദ്വാർത്തയുടെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, ദൃശ്യമാവുകയുമില്ല. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. എന്നാലാണ് അടിമത്തത്തിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുകയുള്ളൂ. 1 തെസ്സലോനിക്ക 2:3-4 ഞങ്ങളുടെ ഉപദേശം, ദൈവം അയക്കുന്നവരുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ
അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. പക്ഷെ ഇത് ഗ്രഹിക്കണമെങ്കിൽ അവരിൽ പ്രവർത്തിക്കുന്ന, ദൈവം അയക്കുന്ന സദ്വാർത്ഥ ദൂതനിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ വിവേചിക്കാൻ കഴിയണം. സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മനുഷ്യരല്ല അംഗീകരിച്ചതും മനുഷ്യരല്ല നിയമിക്കുന്നതൊന്നും. ദൈവം 2000 വർഷം മുമ്പ് വഴിയൊരുക്കാൻ ദൂതനെ അയച്ചതും 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവപുത്രൻ്റെ 2ാം വരവിൽ ദൂതനെ അയച്ചതും ഒക്കെ ദൈവം തന്നെയാണ്, മനുഷ്യരല്ല. അവർക്ക് മനുഷ്യരുടെ അംഗീകാരം ആവശ്യമില്ല. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സദ്വാർത്തയാണ് ഒരു 2ാം വരവിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവപുത്രനെ സ്വീകരിക്കാനായി നമ്മെ ഒരുക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞത് നമ്മൊരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയണം. യേശു ക്രിസ്തു വീണ്ടും വരും ഈ ഭൂമിയിൽ. അവൻ വരുന്നത് എബ്രായർ 9:28 പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന സൂക്ഷിക്കപ്പെടുന്ന ഒരു ഗണമുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് മനസ്സിലാക്കി വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇനി ആ ഗണത്തെക്കുറിച്ച് എഴുതപ്പെട്ടൊരു വചനമാണ് ഞാൻ ആ തുടക്കത്തിൽ വായിച്ചത്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. അപ്പോൾ അവസാന കാലത്ത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് അവസാന കാലത്ത് നടക്കുന്ന കാര്യമാണ്, കഴിഞ്ഞ 2000 വർഷത്തെ കാര്യമല്ല. ഇത് മരിച്ചു പോയവരെ കുറിച്ചല്ല, അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഗണം. എന്താ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കണേ? ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്ന ഭോഷത്വമാണോ? കാണാതെ വിശ്വസിക്കുന്ന ഒരു ഗണമുണ്ട് എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? കാര്യം അങ്ങനെ കാണാതെ വിശ്വസിച്ചാലേ ഒരുങ്ങാൻ സാധിക്കും. അങ്ങനെ ഒരുങ്ങുന്നവരുടെ മധ്യത്തിലേക്കാണ് അവൻ രക്ഷകനായി വരുന്നത്. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നത് മനുഷ്യനും ഭോഷത്വമായിരിക്കും, പക്ഷെ ദൈവത്തിന് ഭോഷത്വമല്ല. നിങ്ങൾക്ക് മനുഷ്യരുടെ മുമ്പിൽ ഭോഷനാകണോ, ദൈവത്തിന് മുമ്പിൽ ഭോഷനാകണോ? അത് നിങ്ങളുടെ ചോയ്സ്. യോഹന്നാൻ 20:29 യേശു തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. മറ്റു ശിഷ്യന്മാർ അതും ചെയ്തില്ല. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ. എന്താ യേശു ക്രിസ്തു പറഞ്ഞേ? കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ. അങ്ങനെ ഗണമുണ്ട്. വിശ്വാസത്തിന് വരം ദൈവം കൊടുത്തവർ, അവർ അനുഗ്രഹീതരാണ് ദൈവത്തിന് മുമ്പിൽ. മനുഷ്യരെന്ത് വേണേ വിളിച്ചോട്ടെ, മനുഷ്യരേത് പേര് വേണേലും നിന്ദിച്ചോട്ടെ, മനുഷ്യൻ എത്രമാത്രം വേണേലും ദൂഷിച്ചോട്ടെ, ദൈവത്തിന് മുമ്പിൽ ഈ വിശ്വാസം ദൈവത്തിൽ നിന്ന് ലഭിച്ചവർ അനുഗ്രഹീതരാണ്. അപ്പോൾ കാണാതെ വിശ്വസിക്കാം. യോഹന്നാൻ 5:44 പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്ന് മനുഷ്യൻ മുഴുവൻ ജീവിക്കുന്നത് സ്വയം മഹത്വത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിൽ മഹത്വം അത് നഷ്ടപ്പെടാൻ കഴിയില്ല. ഇങ്ങനെ സ്വയം മഹത്വത്തിൻ്റെയും പരസ്പര മഹത്വത്തിൻ്റെയും തേരിലേറി യാത്ര ചെയ്യുന്നവർക്ക് എങ്ങനെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാൻ കഴിയും? എങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വസിക്കാൻ കഴിയും? എങ്ങനെ ദൈവം അയക്കുന്നവരിൽ വിശ്വസിക്കാൻ കഴിയും? കഴിയില്ല. അതാ ചോദ്യത്തിൻ്റെ അർത്ഥം. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ്. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പറയുന്നവരെടുത്താൽ നല്ലൊരു ശതമാനം ഈ ലോകത്തിലെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നവരാണ്. ഇവിടെ രോഗം മാറണം, ഇവിടെ കടം വീടണം, ഇവിടെ വീട് വെക്കണം, ഇവിടെ പെണ്ണിനെ കെട്ടിക്കണം, ഇവിടെ പരീക്ഷ പാസ്സാകണം, ഇവിടെ വിദേശത്ത് പോകാൻ വിസ കിട്ടണം, വിദേശത്ത് സെറ്റിലാകണം, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു.
അത് യേശു ക്രിസ്തുവിന് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ മനുഷ്യരിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം മനുഷ്യരിലാണ് പ്രത്യാശ. അത് കിട്ടുന്നു എന്ന് പറയുന്ന ഘട്ടങ്ങളിലേക്കെല്ലാം ആടുകൾ തടിച്ചു ഓടുകയാണ്. ഓരോരോ സെക്ഷനാണ്. വിദേശ ജോലിയുള്ളവർക്ക് അതിന് പ്രത്യേക ശുശ്രൂഷ, ഇവിടെ നാട്ടിൽ ജോലി വേണ്ടവർക്ക് വേറെ ശുശ്രൂഷ, രോഗം മാറേണ്ടവർക്ക് വേറെ ശുശ്രൂഷ, IELTS പാസ്സാകേണ്ടവർക്ക് വേറെ ശുശ്രൂഷ, അങ്ങനെ ഓരോരോ സെക്ഷൻ തിരിച്ചാണ് ഓരോരോ ശുശ്രൂഷകൾ. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവർ അവരെന്താ ദൈവം വിളിക്കണേ? ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. അതുകൊണ്ട് അവനതിൽ ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്തോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? റോമ 1:25 അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അതാണ് കാര്യം. ദൈവത്തിന് സത്യം വേണ്ട, വ്യാജം മതി. കാരണം വ്യാജമാണ് കേൾക്കാൻ ഇമ്പമുള്ളത്. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആ വ്യാജമാണ്, അതിഷ്ടമാണ്. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലതിനും കൊടുത്തു. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത് ഒരു കുറച്ചിലായി കരുതി. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അതുകൊണ്ട് എല്ലാ മഹത്വവും എന്നും എന്നേക്കും അത്യുന്നതനായ ദൈവപിതാവിന് ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിശ്വാസത്തിന് അനേക കാരണങ്ങൾ ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. യോഹന്നാൻ 12:38-40 യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അവിടുത്തെ ആത്മാവിനെ ആർക്ക് വെളിപ്പെട്ടു? നേരെ സൂചിപ്പിച്ചു, ദൈവം അയച്ചവരുടെ പ്രസംഗം ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലാണ്. പക്ഷെ അത് ആർക്ക് വെളിപ്പെട്ടു? അത് വെളിപ്പെടാത്തവരാരും വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയാത്തത്. ഇനി എന്താണ് അതിന് കാരണമെന്നാണ് താഴെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യേശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് ദൈവം അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അതാണ് കാരണം. ഇത് ദൈവം ചെയ്ത പ്രവൃത്തി. അവർക്ക് ഈ കർത്താവിൻ്റെ ഭുജം ഒരിക്കലും വെളിപ്പെടില്ല. അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാനും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ അയക്കപ്പെടുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കാഴ്ചയാൽ നയിക്കപ്പെടുന്നവരല്ല. 2 കൊരിന്തോസ് 5:7 ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അതുകൊണ്ട് സിയോൻ എംപറർ ഇമ്മാനുവേൽ സമൂഹം നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഇപ്പോൾ അവനെ കാണുന്നില്ലെങ്കിലും ഈ ഭൂമിയിൽ ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേലിനെ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ ഗണമുണ്ട്. അങ്ങനെ ഒരു ഗണത്തെക്കുറിച്ചാണ് പത്രോസിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് എഴുതി വെപ്പിച്ചത്. അതും ദൈവത്തിന് നീതിയാണ്. ആദ്യത്തെ സഭയുടെ ഇടയനെ കൊണ്ട് തന്നെ കർത്താവ് എഴുതി വെപ്പിച്ചു. അത് ദൈവത്തിന് നീതി. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കും. കാണാതെയും വിശ്വസിക്കാം. കാണാതെ അവനിൽ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ ദൈവവിശ്വാസികളായവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ആഘോഷിക്കുമ്പോൾ, അവൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ, ഇത് ലോകത്തിന് മുൻപിൽ സിയോൻ പ്രഘോഷിക്കുന്നു. ഇതാ അവൻ ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വീണ്ടും വന്നു കഴിഞ്ഞു. അവൻ്റെ രാജകീയ നാമമാണ് എംപറർ ഇമ്മാനുവേൽ. ഇതാ അവനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ഗണം അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു. അവനെ പ്രതി നിന്ദിക്കപ്പെടുന്നു, അവനെ പ്രതി പരിഹസിക്കപ്പെടുന്നു, അവനെ പ്രതി ഒറ്റപ്പെടുത്തപ്പെടുന്നു, അവനെ പ്രതി തിരസ്കരിക്കപ്പെടുന്നു, അവനെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നു. എങ്കിലും അവനിലുള്ള പ്രത്യാശ, അവൻ ആരാണെന്നും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവൻ തരാൻ പോകുന്ന രക്ഷ എന്തെന്നും
ദൈവം ഒരുക്കിയിരിക്കുന്ന ചേതോഹരമായ മഹത്വപൂർണമായ രക്ഷ എന്തെന്നും തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കുന്നവർ അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ ഇപ്പോൾ മുഴുകും. ഈ സന്തോഷത്തിലേക്ക് ഓരോ ദൈവമക്കളെയും ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സിയോൻ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, പുറകോട്ട് നോക്കിയുള്ള വെറും ഒരു അനുസ്മരണം മാത്രമാണോ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പരിശോധിക്കണം. വെറും പൊള്ളയായ ചില കർമ്മങ്ങളും ചില ആഘോഷ പരിപാടികളും മാത്രമാണോ ക്രിസ്മസ് ആഘോഷം എന്ന് പരിശോധിക്കണം. അതോ മുന്നോട്ട് നോക്കിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും മുന്നാസ്വാദനവും അതിനുള്ള ഒരു തയ്യാറെടുപ്പുമാണോ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷമെന്ന് ഓരോ ദൈവമക്കളും പരിശോധിക്കട്ടെ. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും പരിശോധിക്കണം. അതിനുള്ള ഒരു അവസരമായി ഈ ക്രിസ്മസ് ആഘോഷവേള നിങ്ങൾ സ്വീകരിക്കണം, അതിന് പരിശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ